ഹലോ ഗൈസ്, രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി ഒതുക്കി. എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ കിട്ടിയ മെനു ആണ് നെയ്ച്ചോറും ബീഫും. ഉണ്ടാക്കാതെ വരെ തരില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. 4-5 സവാള എടുത്ത് അരിഞ്ഞ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിലൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് ഒന്നും കൂടെ വഴറ്റി 2 തക്കാളി മുറിച്ചിട്ട് ബീഫ് എടുത്ത് തട്ടുക, കുക്കറിലാക്കുക. ബീഫിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. ബീഫ് അവിടെ കിടന്നാവട്ടെ. നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് അലങ്കാരപ്പണിക്കുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ആകെ കൂടെ അലങ്കോലപ്പണി ആയോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ഒരു ബ്രൗൺ കളറാണ് ഉദ്ദേശിച്ചത്. ഇതിന് ഇച്ചിരി ബ്രൗൺ കളർ കൂടിപ്പോയോ എന്നൊരു സംശയം. സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്താണ് നെയ്യ്. നെയ്യില്ലാതെ എന്ത് നെയ്ച്ചോറ്? പാനിലേക്ക് നെയ്യ് ഒഴിക്കുക. പിശുക്കൊന്നും വേണ്ട കേട്ടോ, കുറച്ചധികം നെയ്യ് ഒഴിക്കണേ. നെയ്ച്ചോറല്ലേ. അതിലേക്ക് ഈ കണ്ട മസാലക്കൂട്ടൊക്കെ ഇടാം. പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, അങ്ങനെ കയ്യിൽ കിട്ടുന്ന മസാലകളൊക്കെ ഇട്ട് മൂപ്പിച്ച് ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ കഴുകി വാർന്ന് വെച്ചിരിക്കുന്ന അരി എടുത്ത് തട്ടുക. അങ്ങനെ അരിയും മസാലയും നെയ്യും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു അഗാധമായ ബന്ധത്തിലെത്തിയെന്ന് അറിയുമ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡി. കഴിക്കാനധികം ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും ഡെക്കറേഷൻ്റെ കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചയും വരുത്താറില്ല. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നെയ്ച്ചോറാണ് എൻ്റെ ലക്ഷ്യം. കുക്കിംഗ് അറിയാത്തവർക്കും കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കുക്കിംഗ് പോയിട്ട് അടുക്കളയിൽ കയറാൻ പോലും ഇഷ്ടമില്ലാത്ത എന്നെപ്പോലെയുള്ളവർക്കും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പം അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് സർലാസ് റെഡി, ബീഫും റെഡി, നെക്സ്റ്റ് ഫുഡ് റെഡി.